കേൾവി പോലുമില്ലാത്ത ഒരു സംഭവമായിരുന്നു അത്. കാമുകിയെ വിളിച്ചു വരുത്തുക, ഒന്നിച്ചു ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒന്നിച്ചു മരിക്കാൻ തീരുമാനിക്കുക, തൂങ്ങി മരിക്കാനായി കുരുക്കിട്ട ശേഷം കാമുകി കയറി നിന്ന കസേര തട്ടിമറിച്ചിടുക, ഒരു തുണ്ട് കയറിൽ ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി അവൾ പിടയുമ്പോൾ ക്രൂരമായ ഒരാനന്ദത്തോടെ അത് കണ്ടു നിൽക്കുക. ഒടുവിൽ ആ പെൺശരീരം നിശ്ചലമായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തൂങ്ങി നിൽക്കുന്ന ആ ശവശരീരത്തെ ഭോഗിക്കുക. എന്നിട്ടും കാമമടങ്ങാതെ ആ ശരീരം അഴിച്ചു നിലത്തു കിടത്തി പിന്നെയും ബലാത്സംഗം ചെയ്യുക. ഇതൊരു ക്രൈം ത്രില്ലറല്ല, നടന്ന സംഭവമാണ്. അതും കേരളത്തിൻ്റെ സ്വന്തം നാടെന്ന് ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നവർ ഉളുപ്പില്ലാതെ പറയുന്ന കേരളത്തിൽ. സംഭവം നടക്കുന്നത് 2026 ജനുവരി 24 കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് മോരിക്കരയിലാണ്. മോരിക്കരയിൽ ഐഡിയൽ ഇൻഡസ്ട്രിയൽ എന്ന പേരിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ് വേങ്ങേരി തടമ്പാട്ടുതാഴം പീസ് ഗാർഡനിൽ വൈശാഖൻ എന്ന 35-കാരൻ. സംഭവം നടക്കുന്ന ദിവസം വൈശാഖനും ഭാര്യയും കൂടി ഒരു യുവതിയുടെ മൃതദേഹവുമായി ആശുപത്രിയിലെത്തി. ആ യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നായിരുന്നു വൈശാഖൻ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ അവർക്ക് മനസ്സിലായി ആ യുവതി മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു എന്ന്. വിശദമായി നടത്തിയ പരിശോധനയിലാണ് ആ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന വിവരം ആശുപത്രി അധികൃതർക്ക് മനസ്സിലായത്. അവർ പോലീസിൽ വിവരമറിയിച്ചു. അപ്പോഴേക്കും വൈശാഖനും കുഴഞ്ഞു വീണിരുന്നു. അയാളെ അവിടെ അഡ്മിറ്റാക്കി. ഇതിനിടയിൽ പോലീസ് സ്ഥലത്തെത്തി. വൈശാഖൻ്റെ ഭാര്യയോട് അവർ കാര്യങ്ങൾ അന്വേഷിച്ചു. വൈശാഖൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവായിരുന്നു കൊല്ലപ്പെട്ട യുവതി. വൈശാഖനെ ചോദ്യം ചെയ്തപ്പോൾ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കൂടി പോലീസിന് മനസ്സിലായി. കൊല്ലപ്പെട്ട യുവതിയെ കൂടാതെ മറ്റൊരു യുവതിയെ കൂടി കെണിയിൽപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചിരുന്നു എന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായി. ഇക്കാര്യം കൊല്ലപ്പെട്ട യുവതിക്ക് അറിയാമായിരുന്നു. അവരുടെ ഡയറി പോലീസ് കണ്ടെടുത്തിരുന്നു. ആ ഡയറിയിലാണ് ഇക്കാര്യം എഴുതിയിരുന്നത്. മാത്രമല്ല വൈശാഖൻ ലൈംഗിക വൈകൃതങ്ങളുള്ളയാളാണെന്നും യുവതി ഡയറിയിൽ എഴുതിയിരുന്നു. വൈശാഖൻ ഭാര്യയുടെ ബന്ധുക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അങ്ങനെയാണ് ബന്ധുവായ 16-കാരിയുമായി അയാൾ അടുക്കുന്നത്. ആ 16-കാരി പെൺകുട്ടിക്ക് അയാൾ പല വാഗ്ദാനങ്ങളും കൊടുത്തു. അതോടെ പെൺകുട്ടി അയാളെ വിശ്വസിച്ചു. ആ വിശ്വാസം മുതലെടുത്താണ് വൈശാഖൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ അശ്ലീല ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇയാൾ പകർത്തി അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിച്ചു. ഈ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് പിന്നീട് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. എന്തായാലും ആ ബന്ധം ആരുമറിയാതെ 10 വർഷം നീണ്ടു. ആ പെൺകുട്ടിക്ക് 26 വയസ്സായി. ഇതിനിടയിലൊക്കെ ആരുമറിയാതെ പലവട്ടം ഇവർ സംഗമിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യയുടെ ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയെ വൈശാഖൻ നോട്ടമിട്ടത്. ഈ പെൺകുട്ടിയുമായി വൈശാഖൻ അടുത്തിടപഴകുന്നത് കൊല്ലപ്പെട്ട പെൺകുട്ടി കാണാനിടയായി. അവൾക്ക് പല സംശയങ്ങളും തോന്നി. കാരണം അവൻ തന്നോടും ഇത്തരത്തിൽ തന്നെയായിരുന്നു ആദ്യകാലത്ത് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വൈശാഖൻ പെൺകുട്ടിയോട് കാണിക്കുന്ന അടുപ്പത്തിൽ അസ്വാഭാവികത തോന്നി. വൈശാഖനെ അഗാധമായി പ്രണയിച്ചിരുന്ന ആ യുവതി മാനസികമായി തകർന്നു. ഇത് മനസ്സിലാക്കിയ വൈശാഖൻ അവളെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവിടെ അയാൾ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയത് സഹോദരി എന്നായിരുന്നു. പക്ഷേ കൗൺസിലിംഗ് നടത്തിയിട്ടും യുവതിയുടെ സംശയത്തിന് കുറവൊന്നും ഉണ്ടായില്ല. ഇതോടെ വൈശാഖനും യുവതിയും തമ്മിൽ വഴക്കും പിണക്കവും നിത്യസംഭവങ്ങളായി. വഴക്ക് മൂത്തപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വൈശാഖൻ്റെ ഭാര്യയോട് പറയുമെന്ന് യുവതി അയാളെ ഭീഷണിപ്പെടുത്തി. അതോടെ വൈശാഖന് അപകടം മണത്തു. അയാൾ ആകെ സമ്മർദ്ദത്തിലായി. ഇക്കാര്യങ്ങളെല്ലാം ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമാകും, കുടുംബം തകരും. തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ കാമുകി ഇല്ലാതാകണം, രക്ഷപ്പെട്ടേ പറ്റൂ. അങ്ങനെയാണ് അയാൾ കാമുകിയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചത്. അയാൾ പദ്ധതി ആസൂത്രണം ചെയ്തു. ആരുടെയും സഹായം തേടാൻ പാടില്ല, എല്ലാം ഒറ്റയ്ക്കായിരിക്കണം. അയാൾ കാമുകിയോട് പറഞ്ഞു, എന്തായാലും ഈ ജന്മം നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മരിക്കാം. കൗമാരത്തിലും യൗവനത്തിലും അവളുടെ ഉള്ളിൽ വൈശാഖൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈശാഖനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിച്ച ആ യുവതി അത് സമ്മതിച്ചു. നമുക്കൊന്നിച്ചു മരിക്കാം, എന്തായാലും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല, എങ്കിൽ ഒന്നിച്ചു മരിക്കാം. അവൾ വൈശാഖന് സമ്മതം അറിയിച്ചു. അയാൾ കാമുകിയോട് വർക്ക്ഷോപ്പിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സംഭവം നടക്കുന്ന ദിവസം ഉച്ചതിരിഞ്ഞ് അവൾ മാളിക്കടവിലുള്ള വൈശാഖിൻ്റെ വർക്ക്ഷോപ്പിലെത്തി. കുറച്ചുനേരം സംസാരിച്ചതിനു ശേഷം അവർ തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. യുവതി വരുമ്പോൾ ഒരു കയറിൽ തന്നെ അയാൾ 2 കുരുക്കുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. ഒന്നിച്ചു മരിക്കാനാണെന്ന് യുവതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇത്. പിന്നെ മയക്കുമരുന്ന് കലർത്തിയ പാനീയം യുവതിക്ക് കൊടുത്തു. അയാളും കുടിച്ചു. എന്നാൽ യുവതിക്ക് ബോധം മറയുന്ന അളവിലും തനിക്ക് ചെറിയ അളവിലുമായിരുന്നു വൈശാഖൻ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയത്. അർത്ഥബോധാവസ്ഥയിലായ യുവതിയുടെ കഴുത്തിൽ അയാൾ കുരുക്കിട്ടു. യുവതി ദുർബലമായി എതിർത്തെങ്കിലും അവളെ മർദ്ദിച്ച് നിർബന്ധിച്ച് സ്റ്റൂളിൽ കയറ്റി നിർത്തി. അവൾ എന്തെങ്കിലും കൂടുതലായി ചിന്തിക്കുന്നതിന് മുമ്പ് വൈശാഖൻ അവൾ കയറി നിന്നിരുന്ന സ്റ്റൂൾ തട്ടിമാറ്റി. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അപ്പോഴൊക്കെ അവൾ കരുതിയിട്ടുണ്ടാകും കാമുകനും തൻ്റെ ഒപ്പം വരുമെന്ന്. എന്നാൽ ശ്വാസം നിലച്ച് നിശ്ചലമായി നിന്ന ആ ശരീരത്തെ ആ മനുഷ്യമൃഗം ക്രൂരമായി ബലാത്സംഗം ചെയ്തു. പിന്നെ അഴിച്ചു നിലത്തു കിടത്തിയ ശവശരീരത്തിലും തൻ്റെ കാമാസക്തി തീർത്തു. പിന്നെ അയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ച് വർക്ക്ഷോപ്പിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു.
അവർ വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ ആകെ ഒരു പന്തികേട്. ആ സ്ത്രീ ഭർത്താവിനോട് കാര്യം തിരക്കി. മറുപടിയായി വൈശാഖൻ ഭാര്യയെ വർക്ക്ഷോപ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. തൻ്റെ ബന്ധുവായ യുവതി അവിടെ ചലനമറ്റ് കിടക്കുന്നു. അവർക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകെ പകച്ചു നിന്ന ആ സ്ത്രീയോട് വൈശാഖൻ പറഞ്ഞു, ഇവളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അയാൾ ഒരു ഇരുമ്പ് ഏണി എടുത്തു കൊണ്ടുവന്നു. ആ ഏണിയിൽ യുവതിയുടെ മൃതദേഹം എടുത്തു കിടത്തി. ഭാര്യയും സഹായിച്ചു. പിന്നെ രണ്ടുപേരും കൂടി മൃതദേഹം ചുമന്നുകൊണ്ടുവന്ന് കാറിൽ കയറ്റി. മൃതദേഹവുമായി കാറിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് വൈശാഖൻ കഴിഞ്ഞ 10 കൊല്ലങ്ങളായി താനും യുവതിയും തമ്മിൽ പ്രണയമാണെന്ന കാര്യം ഭാര്യയോട് പറയുന്നത്. തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്നും അതുകൊണ്ടാണ് ഒന്നിച്ചു മരിക്കാൻ തീരുമാനിച്ചതെന്നും അയാൾ ഭാര്യയോട് പറഞ്ഞു. ഉറക്ക ഗുളിക കഴിച്ച് താൻ മയങ്ങുമ്പോൾ യുവതി തൂങ്ങി മരിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. ഭാര്യ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞത്. വർക്ക്ഷോപ്പിൻ്റെ പരിസരത്തൊന്നും ആ സമയത്ത് ആരുമില്ലായിരുന്നു. എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാലോ നിലവിളിച്ചാലോ വൈശാഖൻ തന്നെയും കൊല്ലുമെന്ന് പേടിച്ചതുകൊണ്ടാണ് അയാൾ പറഞ്ഞതെല്ലാം താൻ അനുസരിച്ചതെന്ന് വൈശാഖൻ്റെ ഭാര്യ പോലീസിന് മൊഴി നൽകി. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അവളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചിരുന്ന ഹാർഡ് ഡിസ്കും വർക്ക്ഷോപ്പിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും നശിപ്പിക്കാനായിരുന്നു വൈശാഖൻ്റെ പദ്ധതി. എന്നാൽ കൃത്യം ചെയ്യുന്നതിന് മുമ്പ് വൈശാഖനും യുവതിയും ലഹരി മരുന്ന് കലർത്തിയ പാനീയം കുടിച്ചിരുന്നു. അതുകൊണ്ട് അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. എന്നു മാത്രമല്ല, ലഹരി മരുന്ന് കുടിച്ച് അയാൾ ആശുപത്രിയിലാകുകയും ചെയ്തു. പോലീസ് വർക്ക്ഷോപ്പ് പൂട്ടി സീൽ ചെയ്തു. പിന്നീട് തുറന്ന് വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹത്തെ വൈശാഖൻ ബലാത്സംഗം ചെയ്യുന്നതുൾപ്പെടെയുള്ള അതിക്രൂര ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയത്. വൈശാഖനുമായി വർക്ക്ഷോപ്പിൽ തെളിവെടുപ്പ് നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ അവിടെ തടിച്ചുകൂടിയിരുന്നു. അപ്പോഴാണ് അയാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഒരുമിച്ച് മരിക്കാനാണ് തീരുമാനിച്ചിരുന്നതെന്നും താൻ മരിക്കാത്തതിൽ കുറ്റബോധമുണ്ട് എന്നും. യുവതി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാനായിരുന്നു അയാളുടെ പദ്ധതി. എന്നാൽ അത് പാളിപ്പോയി. 2026 ഏപ്രിൽ 29 അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KR രഞ്ജിത്ത് വൈശാഖിനെതിരെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം, മൃതദേഹത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് 4 ദിവസം മുൻപ് കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ടുതന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിചാരണ നടത്തണമെന്നും അന്ന് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അപേക്ഷ നൽകിയിരുന്നു. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്ന് യുവതി കൗൺസിലർക്ക് അയച്ച സന്ദേശവും കേസിൽ നിർണായകമായി. കൊലപ്പെടുത്തിയ യുവതിയെ ഇയാൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പീഡിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പോക്സോ ആക്റ്റും ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു. ആ പീഡനം നടന്നത് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് ചേവായൂർ പോലീസാണ് ഈ കേസെടുത്തത്. ഈയിടെ ഹൈക്കോടതി വൈശാഖന് ജാമ്യം അനുവദിച്ചു. അയാൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. ഇന്നലെ അയാളുടെ മരണവാർത്തയാണ് പുറത്തു വന്നത്. എലിവിഷം കഴിച്ച് അയാൾ സ്വയം ഒടുങ്ങിത്തീർന്നു. ഒരുപക്ഷെ ചെയ്തുപോയ മഹാപാപത്തിൻ്റെ കുറ്റബോധമായിരിക്കാം എലിവിഷം കഴിച്ച വൈശാഖനെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പുലർച്ചെയോടെ ഇയാളെ മരണം കീഴടക്കി. പ്രതി മരണപ്പെട്ടതോടെ ആ കേസും അവസാനിക്കും.